ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഹജ്ജും ഉംറയും അതിനെപ്പറ്റി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്ന് ക്ലാസ്സിൽ പറയുന്നത്. വിശുദ്ധ ഖുർആൻ ഹജ്ജിനെ പറ്റി പറഞ്ഞത് വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മനിസ്തത്വഅ ഇലൈഹി സബീല എന്ന് തുടങ്ങിയിട്ട് കാണാം. ആലു ഇമ്രാനിലെ ആയത്താണത്. അള്ളാഹുവിന് നൽകേണ്ട ബാധ്യതയാണ് ജനങ്ങളുടെ മേലിലുള്ള ബാധ്യത. വഴിയാൽ കഅബ ഷരീഫിലേക്ക് കഴിവുള്ളവർ ഹജ്ജ് ചെയ്യേണ്ടതാണ് എന്ന് ഖുർആനിൽ പറയുന്നു. മറ്റൊരു ആയത്തിൽ അത്തിമുൽ ഹജ്ജ വൽ ഉംറ അൽ ബഖറ 196 ആയത്ത്, ഹജ്ജും ഉംറയും നിങ്ങൾ പൂർത്തിയാക്കൂ എന്നൊക്കെ കാണാം. അപ്പൊ ഹജ്ജും ഉംറയും അള്ളാഹുവിന് വേണ്ടി ചെയ്യൽ കഴിവുള്ളവരുടെ മേലിൽ കടമയാണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഹജ്ജ് ചെയ്യുക എന്നത് ഒരു തവണ നിർബന്ധമാണ്. 2 തവണ 3 തവണ ഒന്നും നിർബന്ധമില്ല. ഒരു തവണ. ആർക്ക്? കഴിവുള്ളവരുടെ മേലിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഉംറത്തു ഇലൽ ഉംറത്തി കഫാറത്തുൽ ലിമാ ബൈനഹുമ. ഉംറയെ പറ്റി പറഞ്ഞു, ഒരു ഉംറ മറ്റൊരു ഉംറക്കിടയിൽ, ആ 2 ഉംറക്കിടയിലുള്ള ദോഷങ്ങളെ പൊറുപ്പിക്കുന്നതാണ്. വൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. ഗുണം പിടിച്ച ഹജ്ജ്, അള്ളാഹു സ്വീകരിക്കുന്ന ഹജ്ജ്, അതിന്റെ പ്രതിഫലം സ്വർഗമല്ലാതെ ഇല്ല. അപ്പൊ ഹജ്ജ് ചെയ്താലുള്ള പ്രതിഫലം സ്വർഗമല്ലാതെ ഇല്ല. അത്രയും ശ്രേഷ്ഠമാണ് ഹജ്ജ്. ഉംറ കഫാറത്താണ്, ദോഷം പൊറുപ്പിക്കുന്നതുമാണ്. മറ്റൊരു ഹദീസിൽ മുത്തുനബി പറഞ്ഞു, മൻ ഹജ്ജ ഹാദൽ ബൈത ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅക കമാ വലദതുഹു ഉമ്മുഹു. ഒരാൾ ഹജ്ജ് ചെയ്തു, കഅബ ഷരീഫിൽ പോയി. ഹജ്ജ് ചെയ്യുമ്പോൾ അവൻ തിന്മയോ അശ്ലീലതയോ ഒന്നും ചെയ്യാതെ കൃത്യമായ ഹജ്ജ് ചെയ്താൽ റജഅക മാ വലദതുഹു ഉമ്മുഹു, അവന്റെ ഉമ്മ പ്രസവിച്ചപ്പോൾ എത്ര ശുദ്ധിയുള്ളവനായിരുന്നു അവൻ, ഒരു ദോഷവും അവൻക്കില്ലല്ലോ, അപ്രകാരം അവൻ മടങ്ങി വരും. അപ്പൊ ഉമ്മ പ്രസവിക്കുമ്പോൾ എത്ര ശുദ്ധിയുള്ളവനാണോ അപ്രകാരം മടങ്ങി വരും. ഹജ്ജിന്റെ മഹത്താണ്. ഉമ്മ പ്രസവിക്കുമ്പോൾ അവൻ ദോഷമില്ലാത്തവനാണ്, അപ്രകാരം ഒരു ദോഷവുമില്ലാതെയാണ് ഹജ്ജ് സ്വീകരിക്കപ്പെടുന്ന. ഹജ്ജ് ചെയ്താൽ മടങ്ങി വരിക. ഇതൊക്കെ ഹജ്ജിന്റെ പ്രതിഫലമാണ്. മറ്റൊരു ഹദീസിൽ മുത്തുനബി തങ്ങൾ പറഞ്ഞതായി കാണാം, മൻ അറാദൽ ഹജ്ജ ഫൽയതഅജ്ജൽ. ഹജ്ജ് ഉദ്ദേശിക്കുന്നവർ വേഗത്തിൽ ചെയ്തു കൊള്ളട്ടെ. എത്ര കഴിവുള്ളവരാണെന്നറിയോ? ഹജ്ജ് ഇനി മരിക്കാൻ നേരത്ത് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുന്നു. മരിക്കുന്നതിന് മുമ്പ് ചെയ്യണം. ഹജ്ജ് ചെയ്യാതെ മരണപ്പെട്ടാൽ ശക്തമായ ശിക്ഷയും ലഭിക്കും. ഹജ്ജിന് കഴിവുണ്ടായിട്ടും ഹജ്ജ് ചെയ്യാതെ മരണപ്പെട്ടാൽ ശക്തമായ ശിക്ഷയും ലഭിക്കും. നബി തങ്ങൾ പറയാണ്, ഹജ്ജിന് ഉദ്ദേശിച്ചാൽ വേഗത്തിൽ ചെയ്തു കൊള്ളട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വഫദുല്ലാഹി സലാസ. അള്ളാഹുവിന്റെ അതിഥി സംഘങ്ങൾ 3 വിഭാഗമാണ്. 1 യോദ്ധാക്കൾ അൽ ഗാസി, 2 ഹാജി, 3 ഉംറക്ക് പോകുന്നവർ. അവർ അള്ളാഹുവിന്റെ അതിഥി സംഘങ്ങളാണ്, വഫ്ദാണ്. ഇനി റമദാനിലെ ഉംറ ചെയ്യുകയാണെങ്കിലോ അത് വലിയ പ്രതിഫലമാണ്. നബി തങ്ങൾ പറഞ്ഞു, ഇന്ന ഉംറത്തൻ ഫീ റമദാന തഅദിലു ഹജ്ജ. റമദാനിലെ ഒരു ഉംറ ഹജ്ജിന് സമാനമാണ്. അപ്പോൾ ഹജ്ജ്, റമദാനിൽ ഉംറ ചെയ്യുക എന്നത് ഒരു ഹജ്ജിന് സമാനമാണ്. ഉംറ ചെയ്യാൻ പോകുന്നവർ റമദാനിൽ പോകാം, ഏതായിരിക്കട്ടെ. അതൊക്കെ അള്ളാഹു കബൂലാക്കുന്ന ഉംറയും ഹജ്ജും ആവണം. ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങളിൽ 5 അർക്കാനുകളിൽ ഒന്നാണ് ഹജ്ജ് ചെയ്യുക എന്നത്. 5ാമത്തത് ഹജ്ജാണ് എന്നൊക്കെ കാണാം. നിസ്കാരവും നോമ്പും കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമാണ് ഹജ്ജ്. എല്ലാ നബിമാരും കഅബ ഷരീഫിൽ പോയി ഹജ്ജ് ചെയ്തിട്ടുണ്ട്. മഹാനായ
ആദം നബി അലൈഹിസ്സലാം 40 ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നാണ് അവർ ഹജ്ജിന് പോയത്. ഇന്ത്യയിൽ നിന്നും. ആദം നബി അപ്പൊ ഇന്ത്യയിലായിരുന്നു അല്ലെ. 40 ഹജ്ജ് ഇന്ത്യയിൽ നിന്നും നടന്നു കൊണ്ടുപോയിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര ഹജ്ജ് ചെയ്തു എന്ന് വെച്ചാൽ, തങ്ങള് മദീനയിലേക്ക് പോകുന്നതിന് മുമ്പ് ധാരാളം ഹജ്ജ് ചെയ്തിട്ടുണ്ട്. എണ്ണം കണക്കും പറയാൻ പറ്റൂല. എത്രയെന്ന് എണ്ണം കണക്കൂല്ല. 53-ാമത്തെ വയസ്സിലാണല്ലോ മദീനയിലേക്ക് തങ്ങൾ പോയത്. എന്നാൽ മദീനയിൽ പോയതിന് ശേഷം 10 വർഷം മദീനയിൽ താമസിച്ചപ്പോൾ നബി തങ്ങളുടെ വഫാത്തിന് മുമ്പ് ഉള്ള ഹജ്ജ് മാസത്തിൽ ഒറ്റ ഹജ്ജാണ് അവിടുന്ന് മദീനയിൽ പോയതിനു ശേഷം മക്കയിൽ വന്ന് ചെയ്തത്. ഇനി ഹജ്ജിന്റെ ചില നിയമങ്ങൾ നമുക്ക് പഠിക്കണം ഇൻഷാ അല്ലാഹ്.